നായ പന്നി അങ്ങനെ പോവുക. മനുഷ്യൻ കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ജീവികളുടെ പൂർവ്വമാണ് ഞാൻ പറഞ്ഞത്. അത് മത്സ്യങ്ങളിലേക്ക് ഡോൾഫിൻ ഉണ്ടാവും, പക്ഷികൾ വേറെ ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ മൃഗങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ആനയേക്കാൾ കരുത്ത് മനുഷ്യനില്ലേ, പക്ഷെ ആനയേക്കാൾ ബുദ്ധി മനുഷ്യനുണ്ട്. ഒന്നാം സ്ഥലം നമ്മളാ ബുദ്ധിയുള്ളത്. അതുകൊണ്ട് ആനയെ വരച്ചവരെ നിർത്താൻ നമുക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ ഒടുക്കത്തെ ബുദ്ധിജീവിയാണ്. ഈ ഭൂമികളെല്ലാം കൈകാര്യം ചെയ്യാൻ അറിയാം. അവൻ ഗവേഷണങ്ങൾ തുടങ്ങി, യന്ത്രസാമഗ്രികൾ ഉണ്ടാക്കി. ഇന്ന് വിമാനം പറത്തുന്നു, ആളില്ലാത്ത വിമാനം പറത്തുന്നു, ആളില്ലാത്ത വിമാനം യുദ്ധത്തിൽ പറഞ്ഞയക്കുന്നു. അങ്ങനെയൊക്കെ ഡെവലപ്പായിട്ടുണ്ട്. പക്ഷേ മനുഷ്യന് ഒരു പോരായ്മയുണ്ട്. അവന് പുതുതായി എന്ത് ചെയ്യണമെങ്കിലും ട്രെയിനിങ്ങോ പ്രാക്ടീസോ നിർബന്ധമാണ്. മറ്റ് പക്ഷികൾക്ക് മൃഗങ്ങൾക്കൊന്നും ആ പ്രശ്നമില്ല. ബുദ്ധിയിൽ പിന്നിലാണെങ്കിൽ ശരി, ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അതായത് നിങ്ങളൊക്കെ വീട്ടില് ഒരു പശു ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആടുണ്ട്, അല്ലെങ്കിൽ ഒരു പട്ടിയുണ്ട് എന്നങ്ങ് വിചാരിക്കുക. ഹലോ, എല്ലാരും വിചാരിച്ചോ? ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ നീന്തം പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടംപോലെ പുഴകളുള്ള നാടാണ് നമ്മുടെ നാട്. എന്നാലും ഇതിനകത്തുള്ള എല്ലാവർക്കും നീന്തം അറിയില്ല എന്നെനിക്ക് ഉറപ്പാണ്. പഠിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആർക്കും നീന്തം അറിയില്ല എന്നങ്ങ് വിചാരിക്കും. അറിയുന്നവരുണ്ട് കുറച്ച് പേര്. നിങ്ങളുടെ വീട്ടില് ഒരു പശുവോ ഒരു പട്ടിയോ ഒരു പോത്തോ ഒരാടോ എന്തോ ഒരു മൃഗമുണ്ട്, അതും ഇന്ന് വരെ നീന്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നങ്ങ് വിചാരിക്കും. എന്നിട്ട് ഇന്ന് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ നിങ്ങളുടെ വീട്ടിലുള്ള ഈ പശുവിൻ്റെ അല്ലെ പട്ടീൻ്റെയോ കയറോ ചങ്ങലയോ പിടിച്ചിട്ട് നേരെ നടക്കുക നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു കുളത്തിനടുത്തേക്ക്, അല്ലെങ്കിൽ നല്ലൊരു പുഴയ്ക്കടുത്തേക്ക്. നല്ല വെള്ളമുള്ളതായിരിക്കണം. അങ്ങനെ കയറും പിടിച്ച് പശുവിനെ കൊണ്ട് പോകുന്ന സമയത്ത് ആ കുളത്തിനടുത്ത് കഴിഞ്ഞാൽ, അല്ല പുഴയ്ക്കടുത്ത് കഴിഞ്ഞാൽ, വെള്ളത്തിലേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ പശു പുറകോട്ട് നോക്കും, പട്ടി പുറകോട്ട് നോക്കും. അപ്പൊ കുളമാണ്, നല്ല കൽക്കെട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ നീന്താത്ത ആ പശുവിന്റെയോ പട്ടിന്റെയോ കയറോ ചങ്ങലയോ പിടിച്ചിട്ട് അവന് വെള്ളത്തിൽ ഇറക്കിയേ പറ്റുള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞ് വലിച്ച് രണ്ടുപേരും കൂടി ഒരൊറ്റ ചാട്ടം കുളത്തിലേക്ക്. ഹരഹരോ ഹരഹര. പിന്നെ കാണാൻ പോകുന്ന കാഴ്ച, ഇന്നലെ വരെ നീന്താത്ത, നിങ്ങൾ അത്ര ബുദ്ധിയില്ലാത്ത പശുവും പട്ടിയും നീന്തി രക്ഷപ്പെടും. ഒടുക്കത്തെ ബുദ്ധി ചെയ്യാൻ വെള്ളം കുടിച്ചാവും. അത് നിങ്ങൾ ഡോക്ടറായിട്ടും കാര്യമില്ല, നിങ്ങൾ എഞ്ചിനീയറായിട്ട് കാര്യമില്ല, നിങ്ങൾ വക്കീലായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയുണ്ട്. പക്ഷേ ഈ സാഹചര്യം വന്ന സമയത്ത് സ്കൂളിൽ പോകാത്ത പട്ടിയും പശുവും നീന്തി രക്ഷപ്പെട്ട് MBBS പഠിച്ച MBA പഠിച്ച നിങ്ങൾ വെള്ളം കുടിച്ച് മരിച്ച്. ഹലോ, അപ്പൊ എല്ലാം അറിയാം എന്നുള്ള ധാരണ കൊണ്ട് ഇരിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന മേഖല നിങ്ങൾ വമ്പന്മാരായിരിക്കാം, പക്ഷെ ഈ മേഖലയിൽ ട്രെയിനിങ്ങോ പ്രാക്ടീസോ ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ പുറത്തുണ്ട്. നിങ്ങൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ ഈ മേഖലയിൽ നിരന്തരമായി ട്രെയിനിങ്ങോ പ്രാക്ടീസോ ചെയ്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ കഴിഞ്ഞ 10-15 വർഷക്കാലം കണ്ടിന്യൂസ് ആയി ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ രക്ഷപ്പെട്ടത്. അപ്പോ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിലും നിങ്ങൾ അതിനെ ചെയ്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇനി എന്നേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിട്ട് എത്ര ട്രെയിനിങ് ആവശ്യമുണ്ടാവില്ല, അതിൽ വേരിയേഷൻ ഉണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായി ട്രെയിനിങ്ങോ മീറ്റിങ്ങോ ഇല്ലാതെ ഇന്നത് സക്സസ് ആവാനാവില്ല എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറെ ട്രെയിനിങ് കേട്ട് സക്സസ് ആയ ആളുകൾ പറയുന്നത് മുഴുവൻ ഞാൻ മനസ്സിലാക്കി. അത് ഞാൻ എന്റെ താഴേക്ക് പറയാൻ തുടങ്ങി. ഈ ബിസിനസ് എങ്ങനെയാണ്? പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ പഠിക്കുക. ഈ 3 കാര്യം ചെയ്യാനുള്ളത്. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 2 ലക്ഷത്തിന് മേലെയെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ ട്രെയിനിങ് എടുക്കുന്നുണ്ടാവും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 300-400 പേരാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ കപ്പാസിറ്റി. എനിക്ക് തോന്നുന്നത് 1000-ലധികം പേര് പങ്കെടുത്ത എത്രയോ ട്രെയിനിങ്ങൾ കോഴിക്കോട് നടന്നതിലും വലിയ ഹാളുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ 10,000-15,000 ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 ലക്ഷത്തിന് മേലെ ആളുകൾ ട്രെയിനിങ് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ട്രെയിനിങ് കേട്ട് ഈ ഇൻഡസ്ട്രിക്കകത്ത് വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള, തൊട്ടുമുമ്പ് എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ഷമീർ സാർ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ട്രെയിനിങ് കേട്ടിട്ടാണ് അയാൾ വളർന്നത്, ഞാനാണ് ഓപ്പർച്യൂണിറ്റി കൊടുത്തത്. ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ആശാമാരെ പല സ്ഥലത്തേക്ക് കാണാം. പക്ഷേ
2 ലക്ഷം എണ്ണം ട്രെയിനിങ് കേട്ടിട്ട് ഇങ്ങനെ 10, 20, 10, 9 പറയുന്ന അല്ലാണ്ട് ബാക്കിയൊന്നും പച്ചവോട്ടില്ല ഒരു സത്യം വേറെ ഉണ്ട്. ഹലോ, ഈ രക്ഷപ്പെട്ടവരല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാത്തവരോ? അല്ലാത്തവര് ഇത് പറയാനില്ല എന്ന് പറഞ്ഞ ഈ ട്രെയിനിങ് കഴിഞ്ഞാലും ഈ ട്രെയിനിങ് കേൾക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ മേഖലയ്ക്ക് സക്സസ് ആകാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ്. ഈ ട്രെയിൻ നടക്കുന്ന ഈ സമയം മുതൽ അവസാനിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. വ്യത്യാസം നടക്കുന്നത് ഹോൾ വിട്ട് പുറത്തു വന്നതിന് ശേഷം. അതിനുശേഷം നിങ്ങൾ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിലാണ് സക്സസ് തീരുമാനിക്കുന്നത്. ഈ ട്രെയിനിങ് കേട്ടത് എങ്ങനെയുള്ള അടിസ്ഥാനത്തിലല്ല. പിന്നെ എന്നെ കുറിച്ച് അറിയാവുന്ന കുറച്ച് ലീഡേഴ്സ് ഒക്കെ കൂടുതലുണ്ട്. എന്റെ ട്രെയിനിങ് നേരത്തെ കേട്ടിട്ടുള്ള എന്നെ കണ്ടിട്ടുള്ള കുറച്ച് ആൾ നോക്കോ, കുറച്ച് പേരുണ്ട്. ഇവർക്കൊക്കെ അറിയാം ഞാൻ പൊതുവെ ട്രെയിനിങ് എടുക്കാറില്ല, ഒന്നും പഠിപ്പിക്കാറില്ല. ഞാൻ നേരെ പോകാൻ കുറച്ച് കഥ പറയും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ആ കഥയിലുണ്ടാവും. എന്റെ ആകെയുള്ള പണി 10 കഥ പറയണം. ഹലോ, ഈ കഥ എന്റെ ഒരു നമ്പറാ. ഇതെന്റെ അച്ഛനിൽ കിട്ടിയ, പാരമ്പര്യം കിട്ടിയ. എന്റെ അച്ഛൻ ഭൂലോക നമ്പറാ. മൂപ്പിടത്ത് കിട്ടിയാൽ ഈ സാധനങ്ങളെല്ലാം. ആള് പഴയ കൃഷിക്കാരനാ. ഞങ്ങളെ വീട്ടിൽ കൃഷി ഉള്ളതുകൊണ്ട് തന്നെ നെൽകൃഷിയോട് ചേർന്ന് പോകുന്ന കുറച്ച് കൃഷി വേറെ ഉണ്ട്. കാലി കൃഷി, കോഴി കൃഷി, ഇതൊക്കെ അതിന് കൂടെ പോകുന്ന. അതിന് മാത്രമായിട്ട് വേറൊന്നും ചെയ്യണ്ട. ഇതിനകത്ത് പണ്ട് പാടത്ത് കൃഷി നടത്തിയ ആളുകളുണ്ടെങ്കിൽ അവർക്കറിയാം. അവരുടെ വീട്ടില് 2 പശു ഉണ്ടാവും, അല്ലെ 4 കാള ഉണ്ടാവും, കുറച്ച് ആടുണ്ടാവും, ചിലപ്പോൾ കോഴി ഉണ്ടാവും. ഇതിനൊക്കെയുള്ള തീറ്റ അതിന് കൂടുതൽ ഉണ്ടാവുകയും അതിന് മാത്രമായിട്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ വീടുകൊണ്ട് കുറച്ച് പശു, കാള. കൊടുവള്ളി ചന്തയിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ കാള. അതിനച്ഛൻ വാങ്ങുള്ളൂ. 14 വയസ്സ് മുതൽ പാടത്ത് പണിയെടുക്കുന്ന എന്റെ അച്ഛൻ ഓമശ്ശേരി സ്കൂളിലെ മാഷായിരുന്നു പോലും. അയാള് ചെറിയ പ്രായത്തില് മരിച്ചുപോയി. 42 വയസ്സിൽ അയാള് മരിച്ചുപോയി. അപ്പൊ എന്റെ അച്ഛന് 14 വയസ്സുള്ളൂ. അച്ഛന് താഴേക്ക് 7 മക്കളാ ഒരു മൊത്തം. 34-ാമത്തെ വയസ്സിൽ 7 മക്കളെ കൊണ്ട് വിധവയാതെ എന്റെ അച്ഛന്മാർ. ഏറ്റവും ഇളയ കുട്ടിക്ക് 79 ദിവസവും, മൂത്ത മോന് 14 വയസ്സ്. അപ്പോ അച്ഛൻ അധ്യാപകനായതുകൊണ്ട് തന്നെ പറയും മക്കളെ നന്നായി പഠിപ്പിക്കുന്ന അച്ഛനോട് പറയാൻ പോലും. അതുകൊണ്ട് മൂത്ത മോനെ പഠനം നിർത്തി, ബാക്കിയുള്ള പഠിപ്പിക്കാലോ. അതുകൊണ്ട് അച്ഛൻ ആ സമയത്ത് തന്നെ കൃഷിക്കിറങ്ങി. ഞങ്ങൾക്ക് കുറെ കൃഷിഭൂമിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്റെ കാര്യസ്ഥനും അച്ഛനും ചേർന്ന് കൃഷി നടത്തിയിട്ടാണ് ബാക്കിയിൽ നിന്ന് കരകയറ്റിയത്. എന്റെ അച്ഛന്റെ അനിയൻ താമരശ്ശേരി റിട്ടയറായി, ഇളയമ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. വേറെ അനിയൻ ഗൾഫിൽ പോയി നല്ല സെറ്റപ്പ് ഉണ്ടാക്കി, നാട്ടിലെ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. വേറെ അനിയൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിട്ടയറായി ബാംഗ്ലൂർ സെറ്റിൽഡാണ്. മക്കളൊക്കെ IBM പല കമ്പനികളിലും ജോലി ചെയ്യുന്നു. അങ്ങനെ മോശമില്ലാത്ത അവസ്ഥയല്ല, അതൊന്നും അല്ലപ്പോ എന്റെ വിഷയം. അപ്പൊ അച്ഛൻ കൃഷിക്കാരോട് 14-ാം വയസ്സ് കൃഷി തുടങ്ങിക്കൊണ്ട് ഈ കാലികളുടെ സ്വഭാവത്തെ അച്ഛന് നന്നായിട്ട് അറിയാം. ഈ നെൽകൃഷിയോട് ചേർന്ന് തന്നെ കാലിക്കൃഷി ഉണ്ടല്ലോ. അപ്പൊ ഇടയ്ക്ക് ഞങ്ങളെ പശുവിനല്ലേ കാളയ്ക്ക് പനി വരും. പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാം, അതിനെ രോമം ഇങ്ങനെ കൂർത്തോടെ നിൽക്കും. വീടിന്റെ തൊട്ടടുത്ത 400 മീറ്റർ ദൂരത്തിൽ ഒരു മൃഗാശുപത്രി ഉണ്ട്, പക്ഷെ അച്ഛനെ കൊണ്ടുപോകാറില്ല. അതിനൊക്കെ ട്രീറ്റ്മെന്റ് എന്റെ അച്ഛനെ അറിയാം. പുള്ളി അപ്പൊ തന്നെ വീടിന്റെ പുറകെ പോയിട്ട് കുറച്ച് കുരുമുളകിന് തണ്ട്, ആടലോടോ എന്തൊക്കെ കുറെ സാധനം പച്ചമരുന്ന് കൊണ്ട് വറക്കൊണ്ട് വരും. എന്നിട്ട് വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെക്കും. വൈകുന്നേരം നല്ല ചൂടുള്ള പുളിയുടെ വേര് അല്ലെങ്കിൽ അതിന് കൊമ്പുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും. അതിട്ട് തിളപ്പിച്ചാൽ നേരം വെളുക്കുമ്പോൾ ഇത് വെന്ത് കൊടുക്കും. എന്നിട്ട് ആ സാധനം ഒരു കഷായം പോലത്തെ സാധനം ഒരു തോർത്തിൽ വെച്ച് അരിച്ച് നേരെ 2 കുപ്പിയിലാക്കും. എന്നിട്ട് രാവിലെ തന്നെ വിളിക്കും, മോനെ ആ പശുവിന് മരുന്ന് കൊടുക്കണോ, അല്ലെങ്കിൽ കാളയ്ക്ക് മരുന്ന് കൊടുക്കണോ? എനിക്കൊരു താല്പര്യം ഉണ്ടാവും ഇതിനോട്. കുട്ടിക്കാലോ അല്ല കൊടുത്തേ പറ്റി പറയുമ്പോൾ ഞാൻ ആ 2 കുപ്പി വരിക അച്ഛൻ്റെ പുറകെ പോകും. അച്ഛൻ ചെന്ന് ആ തൊഴുത്തിലുള്ള ആ കൂറ്റം കാണുമ്പോൾ തന്നെ പേടിയാവും. അച്ഛനടുത്ത് മോനെ വള അടുത്തേക്ക് എന്നിട്ട് ആ മൂക്കേറത്തേക്ക് പിടിച്ച് അത് നേരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ നാക്കും കീഴ്ത്താടിഞ്ഞൊക്കെ പിടിച്ചോണ്ട് ഒരു നേക്കിനുള്ള പിടുത്താത് നാക്കും കീഴ്ത്താടിഞ്ഞൊക്കെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വായ മുള വെക്കുന്ന സമയത്ത് ഡയറി മിൽക്ക് കണ്ട LKG കുട്ടി വായ വെക്കണ മാതിരി കൂറ്റം കാള തുറക്കും. അങ്ങനെ നിന്നിരുമ്പോ അച്ഛൻ പറയാം കഴിഞ്ഞ് ചോദിച്ചോന്ന് പറയൂ. ഞാൻ ആ കുപ്പി എടുത്തിട്ട് അണ്ണാക്കലേക്ക് ചോദിച്ചു കൊടുക്കും. എനിക്ക് താല്പര്യമൊന്നുമില്ല. അത് 2 കുപ്പി ചോദിച്ചാൽ എന്നെ പഠിക്കുന്നു. അങ്ങനെ 2 നേരം കൊടുക്കുമ്പോൾ പനി പോയ വഴി ഉണ്ടാവില്ല. പക്ഷെ ചില കേസുകൾ ഇത് മാറൂല. 2 ദിവസം ശേഷം പറയും നമ്മളെ 21 ദിവസം കൊടുത്ത മാതിരി 3 നേരം കൊടുത്ത് മാറ്റില്ല, അടുത്ത പണി വെക്കാൻ പറഞ്ഞേ. അതേപോലെ പറയും ഇത് അതല്ല, ഇത് വേറെ വിഷപ്പുല്ല് കഴിച്ചു പോയതാ, അല്ലെങ്കിൽ തവളയെ തിന്നു പോയതാ, എന്തോ പ്രാണി അകത്ത് പോയതാ, ഡോക്ടറെ കൊണ്ടുവന്ന് പറയും. 400 മീറ്റർ ദൂരോട് വീട്ടിൽ നിന്ന് അച്ഛൻ കാളനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ പറയിലുണ്ടാവും. ഞാൻ കൂടെ പോകും. വെറുതെ പറഞ്ഞ് ഞാൻ 2 അടി കഴിച്ച് ഞാൻ വലിയ ആളായിട്ട് നടക്കും.
മൃഗാശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഒറ്റ നോട്ടത്തിന് ആ മരുന്ന് തരുന്നു. അപ്പൊ താമരശ്ശേരി ചുങ്കത്തിന് ഓടുകയെ അവിടെ പോയി ഇവിടുന്ന് ഒരു ചുവന്ന കുപ്പിയിൽ മരുന്ന് തരും, പിന്നെ ക്യാപ്സൂൾ വേണോ, ഈ ക്യാപ്സൂൾ വാങ്ങിക്കൊള്ളൂ. കാളെ കൊടുക്കുന്ന ക്യാപ്സൂൾ കണ്ടണമെന്ന് എനിക്കറിയാം, ഇത്ര വലിപ്പോട്ട് വരുന്നത് ജന്മം ചെയ്ത സാധനം കുടിപ്പിക്കാൻ പറ്റില്ല, ക്യാപ്സൂൾ കഴിക്കാൻ പറ്റില്ലെന്ന്. കാളയും പശു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ ഒരു സാധനം തിരിക്കാനാവില്ല. അവിടെ പോയി പുല്ല് തിന്നതിന് ശേഷം ഇവിടെ ഒന്ന് കിടന്നിട്ട് ആ തിന്ന പുല്ല് മുഴുവൻ പുറത്തെടുത്ത് പിന്നെ ചവച്ചരയ്ക്കുന്ന സാധനമാണ് തേച്ചരയ്ക്കാൻ പറയും. ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയാം. പിന്നെ അകത്തേക്ക് തിന്ന സാധനം പുറത്തേക്ക് എടുത്ത് ചവച്ചരയ്ക്കണം ജീവിനെ ഇഷ്ടമുള്ള സാധനം തിരിക്കാൻ പറ്റുമോ? അത് വലിയമല്ല. അപ്പാണ് അച്ഛനെ ഈ നമ്പർ പുറത്തെടുക്കുക. മോനെ ഒരു പഴം കൊടുത്തോ, ഞാൻ ഒടുവിൽ പഴത്തിന് പോകും. ആ പഴം തൊലി കൊണ്ട് പൊടിച്ചിട്ട് കത്തിയോട് ഒരു ഭാഗം ചൂട് കൊടുക്കും. ഇത്ര നിങ്ങളുടെ ക്യാപ്സൂൾ അതിനകത്തേക്ക് ഇട്ടു, എന്നിട്ട് തൊലി കൊണ്ട് അടച്ചടയും. എന്നിട്ട് ഒരു പശുവിന്റെ കാലിനെ വായി വെച്ചാൽ പശു നല്ല ഹാപ്പി ആയിട്ട് കഴിക്കും. പശു നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുകയും ചെയ്യും, അച്ഛൻ നല്ല ഉഷാറിന് ക്യാപ്സൂൾ അകത്താക്കുകയും ചെയ്യും. ഹലോ, അതാണ് ഞാൻ പറയാൻ പോകുന്ന കഥ. എന്റെ ഓരോ പഴത്തിലും ഒരു ക്യാപ്സൂൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കഥയാ പറയാ, പക്ഷെ ക്യാപ്സൂൾ അകത്ത് പോണോ ദയവ് ഇതാ സമയത്ത് ഉറങ്ങരുത്. ഞാൻ പഴവും ക്യാപ്സൂളും വായിൽ വെച്ചിട്ട് അകത്തേക്ക് പോയി ഗുണമൊന്നുമില്ല, മനസ്സിലാകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത്, ഞാൻ ഒരു 2 ലക്ഷത്തിന് മേലെ ആളുകൾക്ക് ട്രെയിനിങ് എടുത്തിട്ട് കുറച്ചെണ്ണ രക്ഷപ്പെട്ടില്ല, ബഹുഭൂരിഭാഗം രക്ഷപ്പെട്ടില്ല. അതിന് കാരണം എന്താ? പഴയ നമ്പർ 1. ഒരു രാജാവ് അയൽവാസിയായ രാജാവിന് ഭടന്മാരെ കയ്യിൽ എന്തോ ഗിഫ്റ്റ് കൊടുത്തയച്ചു. അവിടുത്തെ രാജാവ് കിട്ടിയ സന്തോഷത്തിന് അത് പൊളിക്കാൻ പോകുന്ന സമയത്ത് ഈ രാജവും കൊണ്ടുവന്ന രാജഭടന്മാർ പറയാണ്, പിന്നെ മഹാരാജൻ ഇത് ഞങ്ങളുടെ രാജാവ് തന്നതാണെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ പെട്ടിക്കകത്ത് 3 ഗിഫ്റ്റ് ഉണ്ട്, അതിൽ 1 ഇങ്ങ് എടുത്തിട്ട് ബാക്കി 2 തിരിച്ചു തന്നു. അപ്പൊ വലിയൊരു പെട്ടി കണ്ടപ്പോ അതിനകത്ത് വലിയ ഗിഫ്റ്റ് ആണ് കിട്ടിയ രാജാവിന് മനസ്സിലായി. അതിനകത്ത് വേറെ 3 ഉണ്ടല്ലോ, ചെറിയ ഗിഫ്റ്റാണ്. അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞല്ലോ, 1 എടുത്ത് 2 തിരിച്ചു തന്നു. അതിപ്പോ എന്തിനാ? ഇഷ്ടമുള്ള എടുക്കാനായിരിക്കും. 1 ആന 1 മയിൽ 1 ഒട്ടകാലം ഇഷ്ടമുള്ള എടുക്കലോ. പുള്ളി വേഗം പൊളിച്ചിട്ട് 1ാമത്തെ കവർ പൊളിച്ചു നോക്കിയപ്പോ അതിനകത്തൊരു മനുഷ്യ പ്രതിമ അങ്ങനെ നിൽക്കുന്നു. അത് വേണ്ട, അടുത്ത പൊളിച്ചു നോക്കി, അതിനകത്തൊരു മനുഷ്യ പ്രതിമ. 3 പൊളിച്ചു നോക്കി, അതിലും മനുഷ്യ പ്രതിമ. 3നും ഒരേപോലുള്ള മനുഷ്യ പ്രതിമ. 1 എടുത്ത് 2 തിരിച്ചു കൊടുക്കേ. അത് മറ്റേ രാജാവ് എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തു തന്നെ. അതെന്താ അങ്ങനെ തോന്നുന്നത്? പുള്ളി നോക്കിയപ്പോ ഒരു വ്യത്യാസം കാണില്ല. 1 എടുക്കാൻ 2 തിരിച്ചു കൊടുക്കണം, ഏതെടുക്കണോ എന്താ പ്രശ്നം? ഭടന്മാർ പറഞ്ഞു, അയാളെ ഭടന്മാർ പറഞ്ഞു, നിങ്ങൾ നോക്ക്, 1 എടുക്കാൻ 2 തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോ ഭടന്മാര് വേഗം എടുത്തിട്ട് 3ന്റെ ഉയരം നോക്കി, ഒരേ ഉയരം. 3ന്റെ തൂക്കം നോക്കി, ഒരേ തൂക്കം. 3ന്റെ വണ്ണം നോക്കി, ഒരേ വണ്ണം. 3ന്റെ ഭംഗി നോക്കി, ഒരേ ഭംഗി. 3ന്റെ മെച്ചീൽ നോക്കി, ഒരേ മെച്ചീൽ. അവർ പറഞ്ഞു, പ്രഭോ ഏതെടുത്താലും കുഴപ്പമില്ല, എല്ലാവരും പറയുന്നത്. അയാൾ പറഞ്ഞു, അതല്ല, അങ്ങനെയാണെങ്കിൽ അവർ 1 എടുത്ത് 2 തിരിച്ചു കൊടുക്കാൻ പറയില്ല. ഇതിൽ എനിക്ക് എന്തോ ഒരു പണി വെച്ചിട്ടുണ്ട്. അപ്പോ മന്ത്രിമാർ പൊതുവെ ബുദ്ധിമാനാണല്ലോ വെപ്പ്. മന്ത്രിന്റെ അപ്പുറം നിന്ന് നോക്കി നിൽക്കുന്നത്. രാജാവ് പറഞ്ഞു, മന്ത്രി, മഹാമന്ത്രി ഇവിടെ വരൂ, ഇതിൽ 1 എടുത്ത് 2 തിരിച്ചു കൊടുക്കണം. ആ മറവിൽ നിന്ന് ഈ രാജഭടന്മാർ ചെയ്യുന്ന പണിയെല്ലാം പുള്ളി ഓർന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി തൂക്കം നോക്കാൻ പോയില്ല, ഉയരം നോക്കാൻ പോയില്ല, വണ്ണം നോക്കാൻ പോയില്ല, മെച്ചി നോക്കാൻ പോയില്ല. ഇതെല്ലാം മറ്റവർ ചെയ്തിട്ടുണ്ട്, എനിക്ക് ചെയ്യുന്ന കാര്യമില്ല. പുള്ളി വരുന്ന സമയത്ത് ഒരു ഈർക്കലായിട്ടാ വന്നത്. ഈർക്കലേക്ക് മനസ്സിലായല്ലോ, ഒരു കമ്പായിട്ടാ വന്നത്. എന്നിട്ട് 1ാമത്തെ പ്രതിമയെടുത്ത് മാറ്റി വെച്ച്, എന്നിട്ട് ആ ഈർക്കെടുത്ത് അതിന് ചെവിയായിട്ട് കുത്തി. ഈ ചെവിയിൽ ഈർക്കെട്ട് കുത്തിയപ്പോ ഈ ചെവിയുടെ സാധനവും ഈ ചെവിയുടെ പുറത്തേക്ക് വന്നു. ഈർക്കൽ ഈ ചെവി കയറി, ഈ ചെവിയുടെ പുറത്തേക്ക് വന്നത്. ശരി, നമ്പർ 1. 2ാമത്തെ കുത്തി, അപ്പൊ ആ ഈർക്കൽ ചെവി കയറിയിട്ട് അതിന് വായിലൂടെ പുറത്തേക്ക് വന്ന് മാറ്റി വെച്ച്. 3ാമത്തെ കുത്തി, ആ ഈർക്കല് ആ ചെവി കയറിയിട്ട് താഴേക്ക് പോയിട്ട് ഹൃദയഭാഗത്ത് തലഞ്ഞവിടെ നിന്നു. അപ്പൊ മന്ത്രി പറഞ്ഞു, മഹാരാജൻ നമുക്ക് 3ാമത്തെ പ്രതിമ മതി. രാജാവ് ശാന്ത കാരണോ? മഹാരാജൻ, ഇത് 3 സിമ്പിളുകളാ. ഈ 3 മലയാളത്തില് 3 തരത്തിലുള്ള ആളുകളുണ്ട്. 1ാമത്തെ കൂട്ടര് എന്ത് കേട്ടാലും ഇതിനെ കേട്ട് അപ്പൊ ഇതിനെ തള്ളിക്കായും. വേറൊരു കൂട്ടുണ്ട്, എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. വേറെ കുറച്ച് ആളുകളുണ്ട്, എന്തെങ്കിലും കേട്ടാൽ അതിനെ കണ്ടന്റ് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യും. 100-400 പ്രതിമയുണ്ട്, കോലിട്ട് കുത്താൻ പറ്റൂല, ഇതൊന്നും ചെവി കേൾക്കൂല. അതുകൊണ്ട് ഇതിനകത്ത് ഏതൊക്കെ പ്രതിമകൾ രക്ഷപ്പെടുന്നത് എനിക്ക് പറയാൻ അറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയൂ, ഏതൊക്കെ പ്രതിമകളാണോ ഇത് കേട്ട് ഹൃദയം കൊണ്ട് കണ്ടന്റ് ഏറ്റെടുത്ത് നാളെ ഈ മണ്ണിൽ നടപ്പിലാക്കിയത്, അവരൊക്കെ നാളെ പറയൂ എന്നെ ബെല്ലി സാറ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
അല്ലാത്തവര് പറയും നല്ല ചായ ആയിരുന്നു, നല്ല പപ്സായിരുന്നു, നല്ല AC ആയിരുന്നു, നല്ല കഥയായിരുന്നു എന്തോ. ഹലോ എന്ന് പറഞ്ഞ ഇന്ന് ഈ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ സക്സസ് ആവുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫെയിലർ ആവുന്നുണ്ടെങ്കിലും ആ ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. സക്സസ് ആയാൽ നിങ്ങൾ നടപ്പിലാക്കിയത് ഗുണോ, ഫെയിലർ ആയാൽ നിങ്ങളെ കയ്യിൽ കിട്ടും. ഹലോ പോയാൽ 100 പോയി, കിട്ടിയ ഒരു ജീവിതം കിട്ടി. അത് നിങ്ങളെ കയ്യിലേക്ക് കിടക്കണേ, എന്റെ കയ്യിലല്ല. മനസ്സിലാണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ തുടങ്ങുക. പല ആൾക്കാരും ചോദ്യമുണ്ട്, സാറേ ഇത്രയും ആൾക്കാരെ എന്ന് ഇവിടെ പിടിച്ചിരുത്തണം? നാട് മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ചൂട് പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് പലർക്കും വർക്കിന് പോകാനാണ്, വേറെ കുറെ ആൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകാനുണ്ട്, ഓരൊക്കെ പിടിച്ചുകൂടി ഇരുത്തണം. എന്റെ സാറേ എന്തെങ്കിലും മൂർച്ച കൂട്ടാണ്ട് പുറത്തിറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ആൾക്കാർ മുഴുവൻ പിന്നോട്ട് വലിക്കുന്ന സമയത്ത്, നെഗറ്റീവ് ആവുന്ന സമയത്ത് ഒന്ന് ചാർജ് ആവണ്ടേ? അത് രാഷ്ട്രീയത്തിൽ ഉണ്ടാവൂലേ, അത് ബിസിനസ്സിൽ ഉണ്ടാവൂലേ? വോട്ട് വഴിക്കാൻ പോണ സമയത്ത് കുറ്റം പറയുന്ന ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവൂലേ? നെഗറ്റീവായി പോകൂലേ? 4 വീട്ടിൽ കയറിയ തോന്നും പരിപാടി നിർത്തിക്കളയാ, പാർട്ടി ജയിക്കൂലെന്ന്. ഹലോ അങ്ങനെ തോന്നൂലേ? 4 പ്രൊഡക്റ്റ് വഴി ചെല്ലുന്ന സമയത്ത് ചില ആളുകൾ പെരുമാറി കാണുമ്പോൾ ഇത് നിർത്തിക്കളയാൻ തോന്നൂ. അവിടെ നിന്ന് വീണ്ടും ചെയ്യാൻ തോന്നിക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് മീറ്റിംഗ് വേണം. അതായത് ഈ മീറ്റിംഗ് നിങ്ങൾ കൊണ്ടുപോയിരുന്നത് ഇന്നൊരു ദിവസം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, വേഗത്തിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഈ നിലമ്പൂർ ഭാഗത്തെ GPS-ലേക്ക് എത്രത്തോളം ആളുകൾ ഒഴുകുന്നു, ഈ ട്രെയിനിങ്ങിന് ശേഷം ഈ നിലമ്പൂർ ഭാഗത്ത് നിന്ന് എത്രത്തോളം വോളിയം കയറുന്നത്, അതാണ് ഈ ട്രെയിനിങ് റിസൾട്ട് കാണിക്കേണ്ടത്. ഹലോ അതായത് പോയിന്റ് നമ്പർ 2 എണ്ണിക്കോട്ടോ. ഞാൻ ഒരു ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് രാവിലെ 10 മണിക്ക് കയറി വൈകുന്നേരം 5:30 ഇറങ്ങുന്ന സമയത്ത് മുമ്പിൽ ഇരിക്കുന്ന ആള് സാറേ സാറിന്ന് 413 ഹലോ പറഞ്ഞിട്ടുണ്ട്, 58 കഥയും പറഞ്ഞിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സുകളൊക്കെയാണ്. പ്രൊഫസർ വന്നിട്ട് അന്നെടുക്കാൻ പോകുന്ന സബ്ജക്ട് ബോർഡിൽ എഴുതി ബ്രേക്ക്. ഇന്ന് ബ്രേക്കിനെ കുറിച്ച ക്ലാസ്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്ക് പലതരത്തിലുണ്ട്. സൈക്കിളിനുള്ള കട്ട ബ്രേക്കാ, ബൈക്കിന് ഡ്രം ബ്രേക്കാ, ഇപ്പൊ ഡിസ്ക് വന്നിട്ടുണ്ട്, മറ്റേ എയർ ബ്രേക്കാ, ന്യൂമാറ്റിക്, അങ്ങനെ പലതരത്തിൽ ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്കിനെ കുറിച്ചാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്, വ്യത്യസ്ത തരം ബ്രേക്കിനെ കുറിച്ച്. പക്ഷെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പൊ കോമൺ ആയി ബ്രേക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുമ്പേ പ്രൊഫസർ കുട്ടിയോട് ചോദിക്കണേ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബ്രേക്ക്? വണ്ടിക്ക് ബ്രേക്കിന്റെ ആവശ്യം എന്താണ്? അപ്പോ സാറ് നിങ്ങൾ ചുറ്റും നോക്കുന്ന സമയത്ത് സാറിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, താഴേക്ക് നോക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് ചോദിക്കണ്ട, പക്ഷെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒന്നാമതോട് ചോദിച്ചു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബ്രേക്ക്? സ്റ്റാർട്ട് ടു സ്വിച്ച് ഓഫ് ദ വെഹിക്കിൾ. വണ്ടി നിർത്താനാണ് ബ്രേക്ക്. ഹലോ വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. പിന്നെ വേറെ ചോദിച്ചു, നെക്സ്റ്റ് അടുത്ത പറയും. അയാൾ പറഞ്ഞ് ടു സ്ലോ ഡൗൺ ദ വെഹിക്കിൾ. വണ്ടിയിലെ വേഗത കുറയ്ക്കാനാണ് ബ്രേക്ക്. അടുത്ത ചോദിച്ചു, അവൻ പറഞ്ഞു ടു ടേൺ ദ വെഹിക്കിൾ. വണ്ടി തിരിക്കാനാണ് ബ്രേക്ക്. അല്ല മേഡം, ശരിക്കും വണ്ടി തിരിക്കാൻ ബ്രേക്ക് വേണോ? വേണം വേണ്ടേ? വേണ്ട അല്ലേ? നിങ്ങൾ എന്നോട് പുറത്താരോട് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം. ഇന്ന് തന്നെ പോവുക, നിങ്ങൾ സ്കൂട്ടർ എടുത്തിട്ട് നല്ല സ്പീഡിൽ പോയിട്ട് ഒരൊറ്റ തിരിച്ചിരിക്കുക. അപ്പൊ മനസ്സിലാവും ബ്രേക്ക് വേണോ വേണ്ടോ എന്നുള്ളത്. എന്റെ മേഡോ, വണ്ടി പോയിട്ട് യൂട്ടേൺ എടുക്കാൻ പോകുന്ന സമയത്ത് ബ്രേക്ക് കൊടുത്ത് വേഗത കുറയ്ക്കാണ്ട് തിരിച്ചാൽ വണ്ടി മറ്റേ പറമ്പിലുണ്ടാവും. അവൻ പറഞ്ഞ റെഡിയാ. ഹലോ ഇതൊന്നും ചെയ്ത എന്റെ പേര് പറയുന്നുട്ടാ. പക്ഷെ ഇതെല്ലാം ഒരേപോലെ ഉത്തരം തന്നെയല്ലേ? നിർത്താനാണ് ബ്രേക്ക്, സ്പീഡ് കുറയ്ക്കാൻ ബ്രേക്ക്, തിരിക്കാൻ ബ്രേക്ക്. അപ്പോ പറയൽ ബെഞ്ചിൽ ആരോ കൂടി നമ്മൾ ഏറ്റവും പറയലെ ബെഞ്ചിനെ നോക്കി ചോദിച്ചു, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ബ്രേക്ക് യു? അവൻ പറഞ്ഞ് ടു ഡ്രൈവ് ഫാസ്റ്റർ. വേഗത്തിൽ ഓടിക്കാൻ ബ്രേക്ക്. പറയേ വണ്ടിക്ക് ബ്രേക്ക് വേഗത്തിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലയോ? ഡ്രൈവർമാർ പറയൂ, ഓരോ കയ്യിലേക്ക് വണ്ടി കിട്ടി കഴിഞ്ഞാൽ 2 പ്രാവശ്യം ആക്സിഡന്റ് കൊടുക്കും, 2 ചവിട്ടി ഓടിക്കും. നല്ല ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി വേഗത്തിൽ ഓടിക്കാനാവൂ. വണ്ടിക്ക് ബ്രേക്ക് വേഗത്തിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളെ പിടിച്ചിരിക്കുന്നത്, വെറുതെ വെക്കാൻ വേണ്ടിയല്ല, നീനെ അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ടാ. ഹലോ 4-5 മണിക്കൂർ കൂടി ഇരുത്താനല്ല, ഇനി അങ്ങോട്ട് വേഗത്തിൽ ഓടിക്കേ. മനസ്സിലാവുണ്ടാവൂ? അപ്പൊ എന്താ നമ്മളെ പണി? നമ്മളെ പണി മാർക്കറ്റിംഗ് ആണ്. ട്രെയിനിങ് ഇല്ലാതെ
ഒരു പുതിയ മേഖല നമുക്ക് ചെയ്യാനാവില്ല. ഓ അങ്ങനെയൊന്നുമില്ല. ആഹാ കുറച്ച് നല്ലതാണ്. അത് എനിക്ക് കാണാമല്ലോ സോനി. അപ്പോ മാർക്കറ്റിംഗ്, നമ്മളെ പണി മാർക്കറ്റിംഗ്. പല ആളുകൾക്കും തീരെ താല്പര്യമില്ലാത്തൊരു പണിയാണ് മാർക്കറ്റിംഗ്. എന്തെങ്കിലും ജോലിക്കാണോ റെഡിയാ, ഏതെങ്കിലും ഓഫീസിൽ പോയി ജോലി ചെയ്യാനോ റെഡിയാ, പക്ഷേ മാർക്കറ്റിംഗ് ആൾക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ ലോകത്ത് മാർക്കറ്റിംഗ് ഇല്ലാതെ ലോകമില്ല. കച്ചവടം ഇല്ലാതെ, സെയിൽസ് ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ല. ലോകത്തെ ഏറ്റവും മഹത്തരമായ ജോലിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയോ? ഈ നാട്ടിൽ ഏത് വ്യവസായം നിലനിൽക്കണമെങ്കിലും അത് മാർക്കറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ? ലക്ഷങ്ങളും കോടികളും വിലയുള്ള കാറുകളിൽ കൂടുതൽ ഉണ്ടാവാം. ഇങ്ങനെ കാറൊക്കെ കമ്പനികൾ നാട്ടിലുണ്ട്. അങ്ങനെ വില കൂടിയ കാറുകൾ വെക്കുന്ന സ്ഥലത്ത് ഭയങ്കര സാലറിയുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ. ഇവരൊക്കെ ശമ്പളം കിട്ടണമെങ്കിലല്ല, ഈ താഴെ തട്ട് മുതൽ മേലെ തട്ടുള്ള ആൾക്ക് ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ മറ്റോ കാറ് വിൽക്കണം. കാറ് വിറ്റിട്ടെങ്കിൽ ഇവരെല്ലാം പട്ടിണിയാണ്. ഉണ്ടാക്കുന്ന കാറുകൾ വിറ്റഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ഥാപനം അടച്ചു വിട്ടു. ഉൽപ്പന്നം ഏറ്റവും മികച്ചതായ പോരാ, മാർക്കറ്റിംഗ് ഏറ്റവും ശക്തമായി മാറണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെയൊക്കെ തൊട്ടടുത്ത് കോഴിക്കോട് കേരള സോപ്സ് ആൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. കേരള സോപ്സ് ആൻഡ് ഓയിൽസ് സോപ്പ് ഉണ്ടാക്കുന്ന വിദഗ്ധന്മാരായിരുന്നു. അവരുണ്ടാക്കിയ സോപ്പുകളില് ഒന്നാണ് വേപ്പ്. മലബാർ ആളുകളെ ഹരമായിരുന്നു വേപ്പ്. ത്രില്ല്, മലബാർ ഏറ്റവും കൂടുതൽ സെയിലായ സോപ്പാണ് ത്രിൽ. വീട്ടമ്മമാരുടെ കൂട്ടുകാരി വാഷ്വെൽ, പഴയ സോപ്പാ. ഇത്രയും മികച്ച സോപ്പ് ഉണ്ടാക്കുന്ന കേരള സോപ്സ് ആൻഡ് ഓയിൽസ് കൂട്ടിപ്പോയി. സോപ്പ് ഉണ്ടാക്കാനൊന്നുമല്ല, ഉണ്ടാക്കിയ സോപ്പുകൾ വിറ്റഴിക്കുന്നതിൽ മാനേജർ പരാജയപ്പെട്ടു. ഹലോ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന